ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷാദ്. ഞാനിപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡേൺ ഇന്ത്യയിലെ ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മുതൽ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെയുള്ള ആ ഒരു 90 വർഷക്കാലത്തെയാണ് നമ്മൾ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 1857 തുടങ്ങി ഇപ്പോൾ നമ്മൾ 1919 എത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആയി ഡിസ്കസ് ചെയ്ത് 1947 വരെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. സോ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സിൻ്റെയും വീഡിയോ കാണാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ അതുകൂടി ഒന്ന് കാണാൻ ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. എനിവേ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് 1919 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയൊരു നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു സപ്രസ് റെവല്യൂഷണറി ആക്ടിവിറ്റീസ്. അതായത് നമ്മളെന്താ സ്വാതന്ത്ര്യ സമരമൊക്കെ ശക്തി ആർജിച്ച് വരുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതീവ ശക്തി ആർജിച്ച് വരുന്ന ഒരു ടൈമാണെന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ബ്രിട്ടീഷുകാർക്ക് അടിച്ചമർത്തിയേ പറ്റൂ. അവർക്കോട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? നമ്മൾ അടിച്ചമർത്തിയേ പറ്റൂ. അങ്ങനെ അടിച്ചമർത്താനായിട്ട്, അത്തരം റെവല്യൂഷണറി ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന പുതിയ ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്, റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനായിട്ട് അവർ ചെയ്യുന്ന കാര്യം, ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയും അവരൊരു പുതിയ ഭരണപരിഷ്കാരം കൊണ്ടുവരികയും ചെയ്യുകയാണ്. സോ സിഡ്നി റൗലറ്റ്, ഈ റൗലറ്റ് ആക്ടിലെ റൗലറ്റ് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിലെ റൗലറ്റ്, ആ വ്യക്തിയുടെ, റൗലറ്റ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരിൽ നിന്നാണ് റൗലറ്റ് ആക്ട് വന്നിരുന്നത്. മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന മിക്ക പരിഷ്കാരങ്ങൾക്കും ഒരു ഒഫീഷ്യൽ നെയിമും അതുപോലെ ഒരു വിളിപ്പേരുണ്ടാവും. ഈ നിയമത്തിൻ്റെ വിളിപ്പേരാണ് എന്തെന്ന് പറയുന്നത്, റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്തായിരുന്നു? പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ, ഒഫീഷ്യൽ നെയിമാണ് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഒന്നുകൂടി, അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. സോ ചോദ്യം ഇതായിരുന്നു, റൗലറ്റ് ആക്ടിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാൻ വേണമെങ്കിൽ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന ഒഫീഷ്യൽ നെയിമിൽ വന്ന് പ്രസിദ്ധമായ ആക്ട് ഏതാണ്? ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ഏതാണ്? സോ നമ്മുടെ ആൻസർ എന്തിനാണ്? റൗലറ്റ് ആക്ട് ആണ്, അല്ലെങ്കിൽ അനാർക്കിൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് ആണ്. ഇനിയിപ്പം റൗലറ്റ് ആക്ടിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണെന്നുള്ള ചോദ്യത്തിനകത്ത് മിക്കവാറും നമ്മുടെ കേരള PSCയുടെ ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ അനാർക്കിൽ ക്രൈംസ് ആൻഡ് റെവല്യൂഷണറി ആക്ട്, അനാർക്കിൽ ആക്ട് ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് എന്നൊക്കെ ആയിരിക്കും. സോ അത് മാറിപ്പോകരുത്, ഇത് മനസ്സിൽ പതിച്ച് വെക്കുക. ആർക്കെന്ന് ഓർത്താൽ മതി. നമുക്കറിയാലോ നമ്മുടെ സർക്കിളിൻ്റെയൊക്കെ ആർക്കെന്ന് ഓർത്താൽ മതി, അനാർക്കിൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്തു. റൗലറ്റ് ആക്ടിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് എന്തെന്ന് പറയുന്നത്, അനാർക്കിൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓഫ് 1919. അപ്പോൾ നമ്മൾ പഠിച്ചു എന്തിനാ കൊണ്ടുവന്നതെന്നുള്ളത് നമ്മൾ നോക്കി, എന്താണ് അതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്നുള്ളത് നോക്കി, ആരായിരുന്നു ആ കമ്മിറ്റിയുടെ ഹെഡ് എന്നുള്ളത് നോക്കി. ഇനി ഈ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താണ് ഈ ഒരു നിയമം കൊണ്ട് അവർ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പറയേണ്ട കാര്യങ്ങൾ. ടു അറസ്റ്റ് എനിവൺ വിത്തൗട്ട് റീസൺ. ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ബ്രിട്ടീഷ് പോലീസിനെ അറസ്റ്റ് ചെയ്യാം. ബ്രിട്ടീഷ് പോലീസിന് ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാനുള്ള, അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഏത് കൊടുത്തു? ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം കൊടുത്തു. താഴെ 2 പോയിന്റ്സ് കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. സെർച്ച് എനി പ്ലേസ് വിത്തൗട്ട് വാറണ്ട്. എന്ത് ചെയ്യണമെന്നില്ല, ഒരു സ്ഥലം തപ്പാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തും കയറി സെർച്ച് ചെയ്യാനായിട്ട് ഇവർക്ക് വാറണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്രിട്ടീഷ് പോലീസിന് ഫുൾ പവർ കൊടുക്കുന്ന ഒരു ഇതാണ്. നമുക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലായി എത്രത്തോളം അത് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എന്നുള്ളത്. ഏത് സ്ഥലത്ത് വേണമെങ്കിലും ബ്രിട്ടീഷുകാർക്ക് കയറി ഒരു സെർച്ച് വാറണ്ടിൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്ലേസ് കയറി സെർച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ? ടു ഇംപ്രിസൺ എനിവൺ വിത്തൗട്ട് ട്രയലിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഒന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ആരെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ബ്രിട്ടീഷ് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് ഇപ്പോഴാണ് കുറച്ചുകൂടി ഇവിടെ വാലിഡ് ആവുന്നത്. ഇവർ എന്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു? നമ്മൾ പറഞ്ഞത് ടു സപ്രസ് റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, നമ്മുടെ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് അടിച്ചമർത്താനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തേ പറ്റൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതിൻ്റെ പേരിൽ അവർ കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു എന്ന് പറയുന്നത് അനാർക്കിൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് അഥവാ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് വളരെ ഫേമസ് ആണ്. ഈ റൗലറ്റ് ആക്ടിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ദ ബ്ലാക്ക് ആക്ട് എന്നാണ്. പല രീതിയിൽ ചോദിക്കാം. അനാർക്കിൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് ആക്ടിനെ ബ്ലാക്ക് ആക്ട് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി റൗലറ്റ് ആക്ടിനെ വിശേഷിപ്പിച്ചത് എന്ത്? അങ്ങനെയും ചോദ്യങ്ങൾ വരാം. സോ എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കി അനാർക്കിൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്, റൗലറ്റ് ആക്ട്, ഇത് രണ്ടിനെയുമാണ് ഈ ഒരു ആക്ടിനെയാണ് ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചത്? ബ്ലാക്ക് ആക്ട്. ആ പേര് നമുക്ക് ഓർക്കാം. അല്ലെങ്കിൽ ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത് ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. സോ അതിനെ ഗാന്ധിജി എന്ത് വിളിച്ചു? ദ ബ്ലാക്ക് ആക്ട് എന്ന് വിളിച്ചു. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്, ഈ ഒരു ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത് 18 മാർച്ച് 1919 1919 18 മാർച്ചിനാണ് എന്ത് ചെയ്യുന്നത്? റൗലറ്റ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്.
അങ്ങനെ ആ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന അതിൻ്റെ പേരിൽ അവർ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. ജാലിയൻ വാലാബാഗ് ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിന് തടിച്ചുകൂടിയ ജനങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു അക്രമമാണ്, അല്ലെങ്കിൽ ആ ഒരു മസാക്രാണ് പിന്നീട് ജാലിയൻ വാലാബാഗ് മസാക്ര എന്ന പേരിൽ കുപ്രസിദ്ധമാവുന്നത്. ആ ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇനി ഇപ്പോൾ നമ്മൾ നമ്മുടെ റൗലറ്റ് ആക്ടിലോട്ട് തന്നെ വരികയാണ്. കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ 18th March 1919. 1919 18 മാർച്ചിന് ഇത് നിലവിൽ വന്നു. ഇനി SSC CGLനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായി ഹർത്താൽ ആചരിക്കപ്പെട്ടത് ഏത് പരിഷ്കാരത്തിനെതിരെയാണ്, ഏത് നിയമത്തിനെതിരെയാണ്? നമുക്കിപ്പോൾ അതിന് ആൻസർ കിട്ടുകയാണ്. ഏത് നിയമത്തിനെതിരെയാണ്? റൗലറ്റ് ആക്ടിനെതിരെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹർത്താൽ എന്ന് പറയുന്ന കലാരൂപം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഹർത്താൽ ആചരിക്കുന്നത് ഏത് നിയമത്തിനെതിരെയാണ്? റൗലറ്റ് ആക്ടിനെതിരെയാണ്. SSCക്ക് ചോദിച്ച ചോദ്യം പക്ഷേ ഇതായിരുന്നില്ല, ഏത് നിയമത്തിനെതിരെയായിരുന്നില്ല, എന്നായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഹർത്താൽ എന്നുള്ളതാണ് SSC CGL ചോദിച്ചത്. എന്നായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ നമുക്ക് April 6, 1919 ഇന്ത്യയിലെ ആദ്യത്തെ ഹർത്താൽ. ഉറപ്പിക്കുക, വിഷുവിന് ഒരാഴ്ച മുമ്പെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. April 14, April 7 April 6 തന്നെയാണ്, അങ്ങനെ തന്നെ മനസ്സിൽ വേണം. April 6, 1919 ഇന്ത്യയിലെ ആദ്യത്തെ ഹർത്താൽ ഇന്ത്യയിൽ ആചരിക്കപ്പെടുന്നത്. അത് ഏത് നിയമത്തിനെതിരെയായിരുന്നു? റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ അനാർക്കിൽ ആൻഡ് ക്രൈം റവല്യൂഷണറി ആക്ടിനെതിരെയായിരുന്നു. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഇതൊക്കെയാണ്. ഏതാണ് അതിൻ്റെ ഒഫീഷ്യൽ നെയിം? ആർക്ക്. നമ്മൾ ഉറപ്പിച്ചു, അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു ഇതുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തെന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത് മനസ്സിലുണ്ടാവുക. പിന്നെ വിളിച്ചത് എന്താ, പിന്നെ പറഞ്ഞെന്താ, ഗാന്ധിജി ഇതിന് എന്താണ് വിശേഷിപ്പിച്ചത്? ബ്ലാക്ക് ആക്ട് എന്നാണ് ഗാന്ധിജിനെ വിശേഷിപ്പിച്ചത്. എന്നാണ് ഇഫക്റ്റ്, എന്നാണത് ഈ നിയമം നിലവിൽ വന്നത്? 18th March 1919 ആണ് നിലവിൽ വന്നത്. പിന്നെ പറഞ്ഞെന്താ, ഇന്ത്യയിലെ ആദ്യത്തെ ഹർത്താൽ എന്നാണ് ആചരിക്കപ്പെട്ടത്? April 6, 1919 റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹർത്താൽ ആചരിക്കപ്പെട്ടത്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെതിരെയാണ് ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ ഇമ്പോർട്ടൻ്റ്ലി, ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ എങ്കിൽ ദയവേത് ഇതിന് മുമ്പുള്ള വീഡിയോസ് ഇട്ട്, അതായത് 1857 തൊട്ട് 1919 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഇരുന്ന് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ ക്ലാസ്സുകളിൽ ഓരോരോ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആയിട്ട് 1947 നമുക്ക് ഫ്രീഡം കിട്ടുന്നവരെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സും നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.